വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോൾ പ്രവൃത്തി പരിചയ മേഖലയിലെ ഒരു വിഷയമാണ് ക്ലേ മോഡലിംഗ്, വാട്ടർപാരിസ് കാസ്റ്റിങ്, പെയിൻറ്റിങ്, ഫാബ്രിക് പെയിൻറ്റിങ്, സിൽക്ക് സ്ക്രീൻ പെയിൻറ്റിങ്, അങ്ങനെ ഒരുപാട് വിഷയം ആർട്ടിൻ്റെ ഇതിൽ തന്നെ പറഞ്ഞ പോലെ ഇതൊക്കെ പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ മനസ്സ് നിൽക്കുകയും ഈ പറയുന്ന മറ്റൊരു സ്വഭാവത്തിലേക്ക് കയറി പോകത്തില്ല. ഞാൻ ഇങ്ങനെ വിട്ടു. എൻ്റെ വിരൽ ഉണ്ടോ? ഈ വിരൽ ചെയ്യുന്നതാണ്. അതാണ് അത് ചെയ്യുന്ന മെത്തേഡാണിത്. നോക്കി പഠിക്കും, കുട്ടികൾ നോക്കി കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ ഭാഗത്ത് ഈ വെള്ളം ഇങ്ങനെ പതിപ്പിക്കും. ഇത്രയും ചെയ്യാമല്ലോ കുട്ടികൾക്ക്. ചെറുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു സൈഡിയായി ഞാൻ കൂട്ടിച്ചു. എൻ്റെ കൈകൊണ്ട് ഞാനിങ്ങനെ പതിക്കുക. പറമ്പത്തിൽ പറക്കുന്ന ഒരു കിളിയാക്കി മാറ്റാൻ. അല്ല, അത് മേടമുക്ക് ജംഗ്ഷനിൽ നേരെ മേടമുക്ക് ജംഗ്ഷനിൽ നേരെ മേടമുക്ക് വെച്ചാൽ മതി. മേടമുക്ക് ജംഗ്ഷനിൽ നേരെ 1 കിലോമീറ്റർ വരുമ്പോൾ കുറുമളത്ത് ജംഗ്ഷൻ, അവിടെ നിന്ന് റൈറ്റ്. ഇളകിയൊന്നും വീഴത്തില്ല. വളരെ ലൂസായ കളിമണ്ണ് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഇതുപോലെ അല്പം ഒന്ന് ഉണക്കി വാട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കാം. ആ രീതിയിലുള്ള കളിമണ്ണ് കൊണ്ടാണ് ശില്പം ഉണ്ടാക്കാൻ. നമ്മൾ വീട്ടിൽ വെച്ച് കുഴയ്ക്കുമ്പോൾ ഇപ്പോൾ ലൂസ് കായിപ്പോവും. കഴിഞ്ഞ് അത് കാറ്റടിച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയാവും. ഈ കുഞ്ഞായിട്ട് ഒരു കാലുണ്ടാക്കാൻ ഇതുപോലെ ഒരു സൈഡ് കനം കുറച്ചും ഒരു സൈഡ് കനം കൂട്ടിയും കാലിൻ്റെ ഭാഗം ഇവിടെ നോക്കി മനസ്സിലാക്കിയിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ കുത്തിച്ച് ഇങ്ങനെ ഇതിനെ വളച്ച് സൈഡിലേക്ക് വെച്ച് കുഞ്ഞായിട്ട് 2 സൈഡും വില വിളിച്ച് വെച്ച് കണ്ണൊക്കെ വേഗത്തിൽ അതുപോലെ അത് ചെയ്ത് കാണിക്കാം. ശരിയല്ല, പിന്നെ മരക്കൊമ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊക്കെ നിറച്ച്